കേരളത്തിന്റെ നവോത്ഥാനം തുടങ്ങുന്നത് 1856 ജനിച്ച ശ്രീനാരായണ ഗുരുവിൽ നിന്നും 1854 ജനിച്ച ചട്ടമ്പി സ്വാമികളിൽ നിന്നും 1863 ജനിച്ച അയ്യങ്കാളിൽ നിന്നുമൊക്കെയാണെന്ന് പറയുന്നവർ ഓർക്കണം. അവരൊക്കെ ജനിക്കുന്നതിന് 5 പതിറ്റാണ്ട് മുൻപ് ജനിക്കുകയും നവോത്ഥാനത്തിന്റെ വിളക്ക് കൊളുത്തി ശംഖുനാദം മുഴക്കി സമസ്ത മേഖലകളിലും സാമൂഹിക വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് ചാലുകൂരുകയും ചെയ്ത ക്രൈസ്തവ വൈദികനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ചട്ടമ്പി സ്വാമികൾ നായർ സമുദായത്തിന്റെ പരിഷ്കരണത്തിനും അയ്യങ്കാളി പുലയർ ഉൾപ്പെട്ട ജനവിഭാഗത്തിന്റെ മോചനത്തിനും നേതൃത്വം നൽകി. വാഗ്ഭടാനന്ദൻ മലബാറിലെ തീയരുടെ പുരോഗതിക്ക് വേണ്ടിയും കുറുപ്പൻ അരയ സമുദായത്തിനു വേണ്ടിയും വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിനു വേണ്ടിയും ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിനു വേണ്ടിയുമാണ് പ്രധാനമായും ശബ്ദിച്ചത്. ഇവരൊക്കെ ജനിക്കുന്നത് 1856, 1896 കാലഘട്ടങ്ങളിലാണ്. എന്നാൽ 1805 ജനിച്ച ചാവറയച്ചനാകട്ടെ 1829 ആയപ്പോഴേക്കും സാമൂഹിക നവോത്ഥാന രംഗത്ത് ശക്തമായി നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മേൽപ്പടി നേതാക്കന്മാർ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം സമുദായത്തിനു വേണ്ടി സമുദായാംഗങ്ങളെ സംഘടിപ്പിക്കുകയും നിലകൊള്ളുകയും ചെയ്തപ്പോൾ ചാവറയും അദ്ദേഹത്തെ പിന്തുടർന്നു വന്ന ക്രൈസ്തവ നേതാക്കളും അഭിസംബോധന ചെയ്തത് ജാതിമത ഭേദമന്യേ മുഴുവൻ ജനങ്ങളെയുമാണെന്ന വ്യത്യാസം തിരിച്ചറിയുക. ഇവിടെയാണ് ചാവറയച്ചൻ എന്ന സാമൂഹിക പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സമുദായ പരിഷ്കർത്താക്കളും തമ്മിലുള്ള വ്യത്യാസം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1846 മാന്നാനത്ത് സംസ്കൃത സ്കൂളും ആർപ്പൂക്കര എന്ന ഉൾഗ്രാമത്തിൽ കീഴാടവർഗക്കാരുടെ കുട്ടികൾക്കായി പ്രൈമറി വിദ്യാലയവും അദ്ദേഹം ആരംഭിച്ചു. തന്റെ വിദ്യാലയത്തിൽ സവർണ വിദ്യാർത്ഥികൾക്കൊപ്പം അവർണരുടെ മക്കളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകുകയും ചെയ്തു തുടങ്ങി. ഇതൊക്കെയല്ലേ യഥാർത്ഥ വിപ്ലവം. 1864 ചാവറ പിതാവ് കേരള കത്തോലിക്ക സഭയുടെ വികാരി ജനറലായി. അതോടൊപ്പമാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന ആശയം ജനഹൃദയങ്ങളിൽ എത്തുന്നത്. 1829 വൈദികനായ ചാവറ കുര്യാക്കോസ് താൻ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിലൂടെ പിന്നീടുള്ള 4 പതിറ്റാണ്ടുകൾ കേരളം നിറഞ്ഞു നിന്നു. ആ സാമൂഹ്യ നവോത്ഥാന നായകനാണ് 7ാം ക്ലാസ്സിലെത്തുമ്പോൾ തമസ്കരിക്കപ്പെടുന്നത് എന്നതാണ് നന്ദികേട്. പിന്നെന്തു ചരിത്രമാണ് ഇത്രയും നാൾ നാം പഠിച്ചത്? എന്തുകൊണ്ടാണ് ചരിത്രം അങ്ങനെ അട്ടിമറിക്കപ്പെട്ടത്?